വീക്കെൻഡ് എപ്പിസോഡിൽ പറഞ്ഞ ഒരു കാര്യം നമ്മുടെ ചാനലിൽ ഞാൻ 2-3 വീഡിയോകളിൽ പറഞ്ഞതാണ്. എല്ലാ ദിവസവും എല്ലാ കണ്ടസ്റ്റൻറ്റുകളും കിടന്നതിന് ശേഷമുള്ള ചർച്ച ചെയ്യുന്ന ആൾക്കാരുടെ വീഡിയോ ഞാൻ സെപ്പറേറ്റ് എടുത്ത് എന്നും അപ്ലോഡ് ചെയ്യാറുണ്ട് രാത്രിയിൽ. ഈ കാര്യം തന്നെ ചോദിച്ചുകൊണ്ട് ലാലേട്ടൻ 3 പേരെ പൊക്കിയിട്ടുണ്ട്. ഒന്ന് ബിന്നി, അഭിലാഷ്, ഒനിൽ. ഇവർ 3 പേരും എപ്പോൾ നോക്കിയാലും എന്തെങ്കിലും ആരെങ്കിലും പറ്റി പറഞ്ഞുകൊണ്ട് പലയിടത്തായിട്ടിരിക്കുന്ന കാണാം. അതിനകത്ത് ഏറ്റവും കൂടുതൽ സംസാരിക്കുന്ന രാത്രി സമയത്തിലുള്ള വീഡിയോസ് എല്ലാം എൻ്റെ ചാനലിൽ കിടപ്പുണ്ട്. 3 പേരുമാണ് പലയിടത്തായിട്ടിരുന്നിട്ട് ഇങ്ങനെ ചർച്ച ചെയ്യാറ് പതിവ്. അപ്പോൾ അവരെന്താ ചർച്ച ചെയ്യുന്നതെന്നൊക്കെ ആദ്യം അവരോട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അവർ അതും ഇതും പറഞ്ഞങ്ങ് ഒഴിഞ്ഞു മാറിയതാണ്. ലാലേട്ടൻ പറയുന്നുണ്ട്, എനിക്ക് മാത്രം ഇത് തോന്നിയതാണോ അതോ ബാക്കിയുള്ളവർക്കും ഇത് തോന്നാറുണ്ടോ? ഇവരിങ്ങനെ സംസാരിക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇനി എൻ്റെ തോന്നൽ മാത്രമായിട്ട് വേണ്ട, ഞാൻ എന്തായാലും ഇത് സത്യമാണോ ഇല്ലയെന്നുള്ളത് നിങ്ങളിന്ന് കാണിക്കാം. വീഡിയോ പ്ലേ ചെയ്യാനായിട്ട് ബിഗ് ബോസിനോട് പറയുന്നുണ്ട്. അവൾ ഫ്രോഡാണ്, അവൾ ഇവനെ വെച്ച് കളിക്കുകയാണ്, ഇവനൊരു സാരിത്തുമ്പി പിടിച്ച് ഇങ്ങനെ നടക്കുകയാണ് എന്നൊക്കെ ഒനിൽ പറയുന്നതും, ബിന്നി പറഞ്ഞെന്ന് പറഞ്ഞിട്ട് അഭിലാഷ് പറയുന്നതും, ബിന്നി സെപ്പറേറ്റ് പറയുന്നതും ഇത്രയും ലാലേട്ടൻ ക്ലിയറായിട്ട് എല്ലാവരുടെയും മുമ്പ് വെച്ച് തന്നെ വീഡിയോ പ്ലേ ചെയ്ത് കാണിച്ചു. ഇവൻ അവളുടെ സാരിത്തുമ്പാന്ന് പറയുമ്പോൾ അഭിലാഷ് പറയുന്നുണ്ട്, അതുകൊണ്ടാണ് അങ്ങനെ ഒരു ടാസ്ക് പോലും കൊടുത്തത്, എന്നിട്ട് പോലും ചിന്തിക്കാൻ കഴിവില്ലെന്ന് പറഞ്ഞാൽ എന്തുവാ? തുണി കഴിയിപ്പിക്കുക, പാത്രം കഴിയിപ്പിക്കുക, അങ്ങനെ നല്ലൊരു കണ്ടസ്റ്റൻറ്റിൻ്റെ ഭാവി നശിപ്പിച്ചുകൊണ്ടിരിക്കുക എന്നൊക്കെ അഭിലാഷ് പറയുന്നുണ്ട്. അത് ഇത്രയും വീഡിയോ പ്ലേ ചെയ്ത് എല്ലാ പ്രേക്ഷകർ ഉൾപ്പെടെയുള്ള ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. കണ്ടസ്റ്റൻറ്റുകൾ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞിട്ട് ചിരിക്കുകയാണ്. ഇവരിതൊക്കെ പറഞ്ഞു, ഇതൊക്കെ എപ്പോൾ ഇവർ സംസാരിച്ച്. വൈൽഡ് കാർഡുകൾ വന്നിട്ട് പോയതിന് ശേഷമാണ് ബിന്നി അറിയുന്നത് പുറത്ത് ഏറ്റവും കൂടുതൽ സപ്പോർട്ടുള്ളത് അനുമോൾക്കാണ്. അപ്പോൾ അനുമോൾ അതുവരെ ചെയ്തുകൊണ്ടിരുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ആര്യനെയും ജിസേലിനെയും എതിർപ്പ് കാണിക്കുക എന്നുള്ളതായിരുന്നു. എന്നാൽ പിന്നെ അനുമോൾ പിടിച്ച ആ ഒരു പിടി ഞാനിവിടെ നിന്ന് ചെയ്ത് നോക്കിയാലോ, അനുമോൾ ഇവരുടെ പുറകെ പോയ കണക്ക് ഞാൻ ഇവരുടെ പുറകെ പോയി ഒരു പ്രശ്നം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് വൈൽഡ് കാർഡ് വന്ന് കഴിഞ്ഞ ആ സമയം മുതലാണ് ബിന്നി തിരിഞ്ഞിട്ട് ജിസേലിനെയും ആര്യനെയും എതിരെ സംസാരിച്ച് തുടങ്ങിയത്. ഇപ്പം താണ്ട ഈ സീസണിൽ പറയുന്ന പോലെ 7ൻ്റെ പണിയെന്ന് പറഞ്ഞാൽ പക്ക 7ൻ്റെ പണി ഇവർക്ക് 3 പേർക്കും കിട്ടിയിരിക്കുകയാണ്. ഇന്ന് ലാലേട്ടന് ഒരു അവാർഡ് കിട്ടിയതിൻ്റെ ആ ഒരു സന്തോഷത്തിൽ ഇരുന്നത് കൊണ്ട് ആരെയും എവിക്റ്റ് ചെയ്തില്ല, ഇതിനൊരു മറുപടി പറയുന്നുമില്ല. ഇതിൻ്റെ എല്ലാം വിശദമായ കാര്യങ്ങൾ നാളത്തെ എപ്പിസോഡിനകത്ത് പറയും എന്ന് ഉറപ്പാണ്. നാളത്തെ വീഡിയോയ്ക്കായി കാത്തിരിക്കാം.